See, monetary policy tools or measures to control inflation or contra-cyclical measures related to monetary policy techniques. Okay, here related to monetary policy tools we can see two important methods. Okay, credit control techniques il rendu pradhanappetta methods aanu. First one quantitative credit control techniques. Okay, quantitative credit control techniques, or it is also known as general credit control techniques. Okay, economy മൊത്തമായിട്ട് ബാധിക്കും. Cost of credit, അതുപോലെ availability of credit or supply of money, isn't it? Bank rate, CRR, SLR അങ്ങനെ വരുന്ന ഏരിയ. Second one qualitative credit control techniques. Okay, ഇത് രണ്ടും സെപ്പറേറ്റ് 5 മാർക്ക് ആയിട്ട് ചോദിക്കാട്ടോ. It is also known as selective credit control techniques. Selective credit control techniques. അവിടെയാണ് വേരിയേഷൻസ് ഇൻ മാർജിൻ റിക്വയർമെന്റ്സ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, പബ്ലിസിറ്റി, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സോഷ്യൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ടോപ്പിക്സ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. എക്കോണമിയെ മൊത്തമായിട്ട് ബാധിക്കൂല, ഒരു പർട്ടിക്കുലർ സെക്ടറിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇസന്റ് ഇറ്റ്? ക്രെഡിറ്റിന്റെ യൂസ്, അതിന്റെ ഡയറക്ഷൻ ഒക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ബാധിക്കുക. ബട്ട് ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്? ഇറ്റ് വിൽ അഫക്ട്സ് ദ എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം, ഇറ്റ് വിൽ അഫക്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലോൺ ആൻഡ് അവൈലബിലിറ്റി ഓഫ് സപ്ലൈ ഓഫ് മണി, ഇസന്റ് ഇറ്റ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്, ദ ടൂൾസ് ലൈക്ക് ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, then marginal standing facility. ഓക്കെ, ഇത്രയും ടൂൾസ് ആണുള്ളത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതിൻ്റെ ഒരു ടിപ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സി, വി ക്യാൻ ടേക്ക് ഫസ്റ്റ് മോണിറ്ററി പോളിസി ടൂൾ, ദാറ്റ് ഈസ് ബാങ്ക് റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയും. സി, ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് imposed by the central bank of the country upon commercial banks when commercial bank take loan from the RBI or central bank. Okay, കേന്ദ്ര ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ വായ്പ എടുക്കുമ്പോൾ കേന്ദ്ര ബാങ്ക് ചുമത്തുന്ന പലിശയെ വിളിക്കുന്ന പേരാണെന്ത്? ബാങ്ക് റേറ്റ്, isn't it? ബാങ്ക് റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. There is a direct relationship between bank rate and the market rate of interest. Bank rate is a traditional credit control techniques, isn't it? Now bank rate is realigned with the MSF, marginal standing facility. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് മാനേജ് ചെയ്യുക, ദെൻ ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സി, ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി ടൂൾസ്. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. മോണിറ്ററി പോളിസി ടൂൾസ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം വി ക്യാൻ ടേക്ക് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ടേക്ക് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡീഫ്ലേഷൻ. ഓക്കെ, ഓർ എക്കണോമിക് ക്രൈസിസ്, ഡീഫ്ലേഷൻ, isn't it? നമ്മളൊരു ടേബിൾ ഫോർമാറ്റിലാക്കണ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി. ഈ ടേബിൾ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ എസ്സേ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റും. റൈറ്റ്, ദെൻ ഫസ്റ്റ് വൺ നമുക്കറിയാം ഫസ്റ്റ് വരുന്ന ടൂളാണ് എന്ത്? ബാങ്ക് റേറ്റ്. ഓക്കെ, സി, ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഞാൻ പറഞ്ഞു, കേന്ദ്ര ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് മുകളിൽ ചുമത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വായ്പ എടുക്കുമ്പോൾ. ബട്ട് ഇറ്റ് ഈസ് ദിസ് റേറ്റ് അപ്പോൺ ദി ലോങ് ടേം loans that are taken by the commercial bank from the RBI. Inflation ഉള്ള സമയത്ത് RBI or central bank will increase, ഈ ടേം ആണ് ഉപയോഗിക്കുക, will increase or hikes. Hike എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുക, isn't it? Central bank will increase or hikes the bank rate during the period of inflation. കാരണം എന്താ?
ഇൻഫ്ലേഷൻ്റെ പീരീഡിലുള്ള പ്രോബ്ലം എന്താണ്? ആളുകളുടെ കയ്യിൽ കൂടുതൽ പണമാണ്, ബാങ്ക് കൂടുതൽ വായ്പ കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാങ്ക് കൂടുതൽ വായ്പ കൊടുക്കുന്നത് കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? RBI ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കൂടും. ദെൻ ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി കുറയും. എക്കോണമിയിൽ എന്താണ്? സപ്ലൈ ഓഫ് മണി കുറയും. Isn't it? അതിനെ വിളിക്കുന്ന പേരാണ് ഡിയർ മണി പോളിസി. എന്താണ് വിളിക്കുക? ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് RBI ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിയർ മണി പോളിസി. ഓക്കെ, ഡിയർ മണി പോളിസി. കാരണം എന്താ? പണം കൂടുതൽ ഡിയർ ആവും. കാരണം എന്താ? അവൈലബിലിറ്റി ഓഫ് മണി വിൽ ബിക്കം വെരി ലോ. Isn't it? ഡിയർ മണി പോളിസി ഓർ ടൈറ്റ് മോണിറ്ററി പോളിസി. ഓക്കെ, ടൈറ്റ് മോണിറ്ററി പോളിസി, ആ ടേം ഓർത്തിരിക്കുക. ദെൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡീഫ്ലേഷൻ, isn't it? ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എന്താണ്? RBI വിൽ ഡിക്രീസ് ദ ബാങ്ക് റേറ്റ്. കാരണം ഡീഫ്ലേഷൻ ഓർ എക്കണോമിക് ക്രൈസിസ് നമുക്ക് അറിയാം, ഡിക്രീസ് ഓർ കട്ട്, ബാങ്ക് റേറ്റ് കുറക്കും. isn't it? കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് RBI വിൽ കട്ട് ഓർ ഡിക്രീസ് ബാങ്ക് റേറ്റ്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന മോണിറ്ററി പോളിസി ടൂളിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ദെൻ ഡ്യൂറിങ് ദ ഇൻഫ്ലേഷണറി പീരീഡ് RBI വിൽ ഹൈക്സ് ഓർ ഇൻക്രീസ് ദ ബാങ്ക് റേറ്റ്, ആൻഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ RBI വിൽ ഡിക്രീസ് ഓർ കട്ട് ദ ബാങ്ക് റേറ്റ്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോളിസിക്ക് വിളിക്കുന്ന പേരാണ് ചീപ്പ് മണി പോളിസി. എന്താ വിളിക്കുക? ചീപ്പ് മണി പോളിസി. ഈ ടേം ഒക്കെ തന്നെ നിങ്ങൾ എക്സാമിന് ഉപയോഗിക്കാം കേട്ടോ. ചീപ്പ് മണി പോളിസി. റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എന്താണ്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Isn't it? Then second tool, I would like to use the term CRR. എന്താ CRR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. Isn't it? ക്യാഷ് റിസർവ് റേഷ്യോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത്ര ഉള്ള അതിൻ്റെ കൺസെപ്റ്റ് RBI. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ SBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഞാൻ SBI എടുക്കുന്നു. SBIക്ക് 100 കോടി രൂപ ഡെപ്പോസിറ്റ് കിട്ടി. 100 കോടി രൂപ ഡെപ്പോസിറ്റ്. Isn't it? SBIന്റെ പ്രയോറിറ്റി എന്താ? SBI is trying to maximize profit by converting deposit into loan. Isn't it? SBI ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ആ പണം എന്ത് ചെയ്യുന്നു? വായ്പ ആയിട്ട് കൊടുക്കുന്നു. ബട്ട് RBI ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അതുപോലെ തന്നെ RBI ആക്ട് 1934, അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും ഒരു നിശ്ചിത ശതമാനം ഡെപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം ക്യാഷ് ആയിട്ട് എവിടെ കൊണ്ടുപോയിട്ട് വെക്കണം? RBIയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. Isn't it? It is mandatory for every commercial bank to keep a particular percentage of the total deposits with the RBI. Isn't it? അപ്പോൾ നമുക്കറിയാം CRR എന്ന് പറയുന്നത് currently the CRR is 4%. ഓക്കെ, 4%. അതിൻ്റെ അർത്ഥം SBIക്ക് കിട്ടിയ മൊത്തം ഡെപ്പോസിറ്റിന്റെ 4% എന്ന് പറയുമ്പോൾ 4 കോടി രൂപ എവിടെ കൊണ്ടുപോയി വെക്കണം? RBIയിൽ കീപ്പ് ചെയ്യണം. Isn't it? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് CRR എങ്ങനെയായിരിക്കും? CRR ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഇൻക്രീസ് ചെയ്യും RBI. കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, CRR 4 ഉള്ളത് 5% ആക്കി. അപ്പൊ SBI 100 കോടിയിൽ നിന്ന് 4 കോടി RBIയിൽ വെച്ചാൽ പോലെ എത്ര വെക്കണം? 5 കോടി കൊണ്ടുപോയിട്ട് കീപ്പ് ചെയ്യണം. Isn't it? അങ്ങനെ എന്താണ്? SBIന്റെ അടുത്ത് നിന്ന് കൂടുതൽ പണം എവിടേക്ക് പോകും? RBIന്റെ കയ്യിലേക്ക് പോകും. ദെൻ SBIക്ക് വായ്പ കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. Isn't it? ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? RBI വിൽ കട്ട് CRR. അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിക്കൂ, 4% ഉള്ളത് 3% ആക്കി CRR. ദെൻ SBIക്ക് 4 കോടി കൊണ്ടുപോയി വെക്കണം. എത്ര കോടി കൊണ്ടുപോയി വെച്ചാൽ മതി? 3 കോടി. ബാക്കി 97 കോടി എന്ത് ചെയ്യുക? വായ്പ കൊടുക്കുക. Isn't it? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ സെക്കൻഡ് ടൂൾ CRR. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് CRR എന്ത് ചെയ്യും? ഇൻക്രീസ്. ഓക്കെ, ഞാനിങ്ങനെ ഈ ഒരു ആരോ മാർക്കാണ് കാണിക്കുന്നത്. Then during the period of deflation, we can simply say RBI will decrease CRR. Okay, ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് CRR കൂട്ടുന്നതിന് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് സ്ക്യൂസിങ്. ഓക്കെ, സ്ക്യൂസ് ചെയ്യാൻ എന്താ? ചുരുക്കുക അല്ലെ, പിഴിയ. ക്രെഡിറ്റ് സ്ക്യൂസിങ് നല്ലൊരു ടേമാണ്, ക്രെഡിറ്റ് സ്ക്യൂസിങ്. ദെൻ ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് CRR കുറക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ. Isn't it?
ഈ ടേമൊക്കെ നിങ്ങൾ എക്സാമിന് കൊടുക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഇൻഫ്ലേഷനുള്ള സമയത്ത് CRR കൂട്ടി, സപ്ലൈ ഓഫ് മണി കുറക്കുക, ബാങ്കിന്റെ വായ്പ കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറക്കുക, ദെൻ അതിന് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് സ്ക്യൂസിങ്. ഓക്കെ, ഡിഫ്ലേഷനുള്ള സമയത്ത് CRR റേറ്റ് കുറക്കുന്നു, എക്കോണമിയിൽ സപ്ലൈ ഓഫ് മണി കൂട്ടുന്നു, ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി കൂട്ടുന്നു, അതിന് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ. ഓക്കെ, നൗ യു നോ തേർഡ് പോയിന്റ്, SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. കറണ്ട് SLR റേറ്റ് 18%. ഓക്കെ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ആൻസേഴ്സിൽ ഇങ്ങനെ ഇപ്പോഴത്തെ CRR SLR റേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. SLR എന്ന് പറയുമ്പോൾ RBI എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനോടും പറയാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ലിക്വിഡ് ആയിട്ട്, ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിന്റെ രൂപത്തിൽ സ്വന്തം കയ്യിൽ തന്നെ കീപ്പ് ചെയ്യാം. Isn't it? That is, a particular percentage of the deposits of the commercial bank should be keep with themselves or itself in a liquid form, either in cash or gold or approved securities, mostly in terms of government securities. Okay, അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിക്കുക, 100 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ 4 കോടി രൂപ എവിടെ കൊണ്ടുപോയി വെക്കണം? RBI. അതിനെ വിളിക്കുന്ന പേരാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, വീണ്ടും SLR എന്ന് പറയുന്നത് എന്താണ്? 100 കോടിയിൽ നിന്ന് 18 കോടി. കാരണം ഇപ്പോഴത്തെ SLR റേറ്റ് എത്രയാണ്? 18%. ദെൻ നമ്മളൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. 18 കോടി രൂപ എന്താണ്? SBIന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, RBIയിൽ കൊണ്ടുപോയിട്ട് വെക്കണ്ട. ബട്ട് SBI കീപ്പ് ചെയ്യണം. ഏതെല്ലാം രൂപത്തിൽ കീപ്പ് ചെയ്യുക? ഒന്നുകിൽ ക്യാഷ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ രൂപം എന്താണ്? ഗോൾഡ്. മൂന്നാമത്തെ രൂപം എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് ഇറക്കുന്ന കടപ്പത്രം വാങ്ങിയിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ CRRന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക. ദെൻ SLR, during the period of inflation, you know, RBI will increase SLR rate. During the period of deflation, RBI will decrease SLR rate. Okay, ഇൻഫ്ലേഷനുള്ള സമയത്ത് SLR ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് കൊടുക്കുന്നത് കുറയും, സപ്ലൈ ഓഫ് മണി കുറയും. ഡീഫ്ലേഷനുള്ള സമയത്ത് SLR കുറക്കുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് അവൈലബിലിറ്റി കൂടും, സപ്ലൈ ഓഫ് മണി കൂടും, എക്കോണമിയെ ക്രൈസിസിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് SLR. ദെൻ നെക്സ്റ്റ് quantitative tool, open market operations. Okay, open market operations. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബൈങ് ആൻഡ് സെല്ലിംഗ് ആണ് അവിടെ ഉണ്ടാവും അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരാണ് OMOs, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഹിയർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് വാച്ച് ചെയ്യുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഹിയർ buying and selling of government securities in the open market by the RBI to stabilize the economy, to regulate inflation and deflation. Okay, അപ്പോൾ നിങ്ങൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നേർക്ക് ശ്രദ്ധിക്കുക. ഇൻഫ്ലേഷനുള്ള സമയത്ത് RBI സെൽസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. നല്ല രീതിയിൽ ഓർത്തു വെച്ചു. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വിൽക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കും. എന്താ ചെയ്യുക? ആളുകൾ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒക്കെ എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റീസ് വാങ്ങും. സെക്യൂരിറ്റീസ് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? അത് അവരുടെ കയ്യിലുള്ള പണം RBIന്റെ അടുത്ത് പോകും. ദെൻ സപ്ലൈ ഓഫ് മണി കുറയും. Isn't it? Open market operations during the period of deflation or crisis, ഗവൺമെന്റ് എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? പർച്ചേസ് ഓർ ബൈ, പർച്ചേസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇങ്ങനെ ഡിഫ്ലേഷൻ ഓർ എക്കണോമിക് ക്രൈസിസ് ഉള്ള സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് സപ്ലൈ ഓഫ് മണി കൂട്ടുക, എക്കോണമിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക, എക്കോണമി ക്രൈസിസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നിങ്ങളുടെ സിലബസിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് പോളിസി. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഇത് നല്ല രീതിയിൽ ഓർത്തു വെച്ചോ. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇൻഡിക്കേറ്റ്സ് എ മെക്കാനിസം ഓഫ് ദ RBI or central bank in which central bank purchase government securities from the open market and thereby injecting liquidity into the market.
മാർക്കറ്റിലേക്ക് കൂടുതൽ എന്താണ് പണം സപ്ലൈ ചെയ്യാണ് എക്കോണമി റിക്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. RBI ഇൻഫ്ലേഷനുള്ള സമയത്ത് എന്താണ് സെൽസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ആളുകളുടെ കയ്യിലുള്ള പണം ഇങ്ങോട്ട് വരും, എന്താണ് സക്കിംഗ് അപ്പ് എക്സസ് ലിക്വിഡിറ്റി ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ കൂടുതൽ പണമാണല്ലോ, എക്കോണമിയിൽ കൂടുതൽ പണമാണല്ലോ. ഓക്കെ, ആ പണം സക്കപ്പ് ചെയ്യുക, ആ പണം ഇങ്ങോട്ട് മോപ്സപ്പ് ചെയ്യുക, ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ദെൻ ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എന്താണ് കൂടുതൽ പണം എക്കോണമിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇത്രയും ഈ 4 ടൂൾസിനെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ മോണിറ്ററി പോളിസി ടൂൾസ്. കൺവെൻഷണൽ, ഓക്കെ, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ച് പോരുന്ന സാധനമാണ്. ഇനി പറയുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ദെൻ MSF, 3 ഐറ്റംസ് പറയാനുണ്ട്. ദെൻ റിപ്പോ റേറ്റ്, ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ദെൻ 6th വൺ വരുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഈ 2 ഇൻസ്ട്രുമെന്റിന് ഒരു പേര് വിളിക്കുന്നുണ്ട്, നേർക്ക് നോട്ട് ചെയ്യാം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. എന്താ വിളിക്കുക? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഫിഗറൊക്കെ വരച്ച് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഓർ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് മെഷേഴ്സ്. ഓക്കെ, ലാഫ്, LAF ഓർ LAM. ഓക്കെ, ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസിൽ വരുന്ന ടൂൾസ് ഏതാണ്? റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. 7th വൺ വരുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഓക്കെ, ഈ 3 ടൂൾസിനെയും കൂടി ഒരു പേര് വിളിക്കാറുണ്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSFനെ വിളിക്കുന്ന പേരാണ് നോൺ കൺവെൻഷണൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. എന്താ വിളിക്കുക? നോൺ കൺവെൻഷണൽ. ഓക്കെ, നോൺ കൺവെൻഷണൽ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. ഇതിൻ്റെ ഒരു ഇയർ ഒക്കെ ഓർത്തിരിക്കുക. 1992 റിപ്പോ റേറ്റ് വരുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് വരുന്നത് 1996 MSF വരുന്നത് 2011 ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഫെബ്രുവരി 2012 മുതൽ MSFും ബാങ്ക് റേറ്റ് സെയിം ആണ്. MSF 8% ആണെങ്കിൽ ബാങ്ക് റേറ്റും 8%. ഇനി MSF 6% ചുരുക്കുകയാണെങ്കിൽ ബാങ്ക് റേറ്റ് എന്താണ്? 6%. ഓക്കെ, RBIന്റെ പുതിയ പോളിസിയിലാണ്. ഇപ്പൊ നോൺ കൺവെൻഷണൽ മെഷേഴ്സിൽ ഏതാണ്? റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF. ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ്? MSF ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം 1992 നമുക്കറിയാം 1991 ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത മെഷേഴ്സ് ആണ് നോൺ കൺവെൻഷണൽ ടൂൾസ്. അതിന് മുന്നേ ഉള്ളതാണ് ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് റിപ്പോ റേറ്റ്. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. റിപ്പോ റേറ്റ്, ഞാൻ കൂടുതൽ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ RBI imposing a rate of interest on commercial banks when commercial bank take loan for very short term. Okay, day to day mismatch മാനേജ് ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക് RBIന്റെ അടുത്ത് നിന്ന് വായ്പ എടുക്കുന്നതിന് RBI ചുമത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. ബാങ്ക് റേറ്റിന് അതേ ഡെഫിനിഷൻ, കൺഫ്യൂസ്ഡ് ആവരുത്. ബാങ്ക് റേറ്റ് ഫോർ ലോങ് ടേം ലെൻഡിങ് ആണ്, റിപ്പോ റേറ്റ് ഫോർ ഷോർട്ട് ടേം ലെൻഡിങ്. അത്ര മനസ്സിലാക്കുക. ദെൻ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഞാൻ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇൻഫ്ലേഷനുള്ള സമയത്ത് RBI വിൽ ഇൻക്രീസ് ദ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും, ലോണിന്റെ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കൂടും, സപ്ലൈ ഓഫ് മണി കുറയും. ഓക്കെ, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ RBI വിൽ കട്ട് റിപ്പോ റേറ്റ്. ഓക്കെ, അത്ര മനസ്സിലാക്കുക. ദെൻ RBIന്റെ കീ പോളിസി റേറ്റ് ഇപ്പോൾ റിപ്പോ റേറ്റ് ആണ് കേട്ടോ. RBIന്റെ കീ പോളിസി റേറ്റ് റിപ്പോ റേറ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താ വിളിക്കുക? റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്തുള്ള അധികമുള്ള പണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കീപ് ദെയർ സർപ്ലസ് ഫണ്ട് വിത്ത് ദ RBI, isn't it? ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങളുടെ അടുത്ത് കൂടുതൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? SBIയിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. SBI നിങ്ങൾക്ക് എന്ത് തരും? അതിന് പലിശ തരും, isn't it? അതേപോലെ ഇവിടെ SBIന്റെ അടുത്തുള്ള അധികമുള്ള പണം എവിടെ കൊണ്ടുപോയി വെക്കുന്നത്? RBIയിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുന്നു, മീൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് RBI എന്ത് ചെയ്യുന്നു? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നു. ഓക്കെ, ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? RBI ലെൻഡിങ് ആണ്. RBI SBIക്ക് വായ്പ കൊടുക്കുമ്പോൾ RBI ചുമത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ RBI എന്താണ്? SBIന്റെ അടുത്ത് നിന്ന് വായ്പ എടുക്കാന്ന് പറയാം അല്ലെ. SBI ഡെപ്പോസിറ്റിംഗ്
ഇറ്റ്സ് സർപ്ലസ് ഫണ്ട് വിത്ത് ദ RBI. അതിന് RBI ഓഫർ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇവിടെ മനസ്സിലാക്കുന്ന റിവേഴ്സ് റിപ്പോ റേറ്റ് ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡീഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ ലോജിക്ക് എന്താ? ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ട്, ഒരു 1,00,000 രൂപയുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ എന്തെങ്കിലും കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള പരിപാടിയാണ്. ദെൻ ആ സമയത്ത് SBI എന്ത് ചെയ്തു? ഡെപ്പോസിറ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടി. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ കൺസംഷൻ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തിട്ട് നിങ്ങളെ കയ്യിലുള്ള പണം SBI കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പണം എവിടെ പോകും? SBI കയ്യിലേക്ക് പോകും. കാരണം എന്താ? യു വിൽ ഗെറ്റ് ഇൻസെന്റീവ് ദാറ്റ് SBI ഓഫേഴ്സ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെയാണെന്ത് RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടാന്ന് പറയുമ്പോൾ SBIക്ക് ഒരു ആഗ്രഹം വരുന്നതാണ്, എൻ്റെ കയ്യിലുള്ള പണം RBI കൊണ്ടുപോയി വെക്കാം, ദെൻ RBI കയ്യിൽ നിന്ന് കൂടുതൽ പലിശ കിട്ടും. അപ്പൊ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള പണം എവിടേക്ക് പോകും? RBI പോകും. ദെൻ SBIക്ക് എന്താണ്? വായ്പ കൊടുക്കാൻ പണം കുറയും, isn't it? അതുവഴി എക്കോണമിയിൽ എന്താണ്? സപ്ലൈ ഓഫ് മണി കുറയും, ക്രെഡിറ്റ് കുറയും. ഡിഫ്ലേഷനുള്ള സമയത്ത് എന്ത് ചെയ്യും? RBI റിവേഴ്സ് റിപ്പോ റേറ്റ് കുറക്കുമെന്നാണ്. SBI കയ്യിലുള്ള പണം RBI കൊണ്ടുപോയി വെക്കൂല, അതിന് പകരം എന്ത് ചെയ്യും? എക്കോണമിയിലേക്ക് വായ്പ കൊടുക്കും. അങ്ങനെ സപ്ലൈ ഓഫ് മണി കൂടും, ഡിമാൻഡ് കൂടും, എക്കോണമി റിവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് MSF. MSF എന്ന് പറഞ്ഞാൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. MSF എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ലൈറ്റ് ബോർഡ് ഡിവൈസ് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ SBIക്ക് ഡിസ്ക്രിപ്ഷൻ, കാരണം SBIക്ക് ആവശ്യമുള്ള സമയത്ത് ഈവൻ സെക്യൂരിറ്റീസ് വെക്കാതെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വെക്കാതെ, ഓർ കയ്യിലുള്ള SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ കീപ്പ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്തിട്ട് എന്താണ് RBIന്റെ അടുത്ത് നിന്ന് വായ്പ എടുക്കുന്നതിന് RBI ചുമത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണത് MSF. ഇറ്റ് ഈസ് ഓൾസോ എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെൻ SBI ടേക്ക് ലോൺ ഫ്രം RBI ബൈ പ്ലെഡ്ജിങ് ഈവൻ SLR സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എല്ലാ ഓപ്ഷൻസും കഴിഞ്ഞു. റിപ്പോ റേറ്റും ഇതിനൊന്നും വായ്പ എടുക്കാനുള്ള വേറെ ഓപ്ഷൻ ഇല്ലെങ്കിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ പണയം വെക്കാതെ തന്നെ RBIന്റെ അടുത്ത് വായ്പ എടുക്കും. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഏതാണ്? MSF ആണ്. ഇതും ഇൻഫ്ലേഷനുള്ള സമയത്ത് എന്ത് ചെയ്യും? MSF റേറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിഫ്ലേഷൻ MSF റേറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഈ കാര്യമാണെന്ത്? മോണിറ്ററി പോളിസി ടൂൾസ് ആണ്. ദെൻ ഇൻഫ്ലേഷനുള്ള സമയം, ഡിഫ്ലേഷനുള്ള സമയം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് RBI ഫോളോ ചെയ്യുന്ന ആക്ഷൻ ആണത്. ഈ ആക്ഷന് വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. എന്താ വിളിക്കുക? കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. കോൺട്രാക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കുക, അല്ലെ? ചുരുക്കുക. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടൈറ്റ് മോണിറ്ററി പോളിസി. ഓക്കെ, ടൈറ്റ് ഡിയർ മോണിറ്ററി പോളിസി എന്നൊക്കെ വിളിക്കും. ദെൻ ഓൺ ദി അതർ ഹാൻഡ് ദിസ് ഡിഫ്ലേഷൻ ഉള്ള സമയത്ത് എക്കോണമിയിലേക്ക് കൂടുതൽ പണം ഇൻജക്ട് ചെയ്യുന്ന ഈ ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ബാങ്ക് റേറ്റ് കുറക്കുക, CRR കുറക്കുക, SLR കുറക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. isn't it? എക്സാമിന് എഴുതണേ, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഓർ ഈസി മണി പോളിസി. ഓക്കെ, ചീപ്പ് മണി പോളിസി. ഇതിന് വീണ്ടും എന്ത് വിളിക്കാം? ചീപ്പ് ഓർ ഈസി മണി പോളിസി. ഓക്കെ, ഈസി മണി പോളിസി. കാരണം എക്കോണമിയിലേക്ക് എന്താണ്? കൂടുതൽ പണം ഇൻജക്ട് ചെയ്യാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് മനസ്സിലാക്കി നല്ല നീറ്റായിട്ട് എന്താ എക്സാമിന് എഴുതാം. അതോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഏതൊക്കെ വരിക? regulation of margin requirements or variations of margin requirements, regulation of consumer credit, then rationing of credit, then direct action, publicity, moral social. Okay, ഈ 6 പോയിന്റ്സ് എന്ത് ചെയ്യുക? തറവായിട്ട് മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് മാർജിൻ റിക്വയർമെന്റ്സ് കൂട്ടും, കൺസ്യൂമർ ക്രെഡിറ്റ് എന്ത് ചെയ്യും? കൂട്ടും. അതുപോലെ മോറൽ സോഷ്യൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാ-സൈക്ലിക്കൽ പോളിസി മെഷേഴ്സ് റിലേറ്റഡ് ടു മോണിറ്ററി പോളിസി ടൂൾസ്. ഇതേ ടേബിളാണ് നിങ്ങൾ ഇതിലും കൊടുക്കേണ്ടത്. മോണിറ്ററി പോളിസി ടൂൾസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ. ഇതേ കൺസെപ്റ്റ് ആണ് നിങ്ങൾക്കറിയാം നമ്മളെ ബിസിനസ് സൈക്കിൾ. ഓക്കെ, അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഫിഗർ നിങ്ങൾ മനസ്സിൽ വേണം. isn't it? Here ടൈം നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. then OY ആക്സിസ് GDP or economic growth,
ദിസ് ഈസ് ദ സ്റ്റേബിൾ എക്കോണമി, ഹിയർ ഇൻ അപ്സ് ആൻഡ് ഡൗൺസ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോസ്പെരിറ്റി, ദെൻ അതിൻ്റെ ടോപ്പിൽ ബൂം, റിസഷൻ, ദെൻ നമുക്കറിയാം എന്താണ് ഡിപ്രഷൻ, ഇവിടെ ട്രോഫ്, ദെൻ റിക്കവറി, ഇസന്റ് ഇറ്റ്? അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുക, കോൺട്രാ സൈക്ലിക്കൽ, ഇതിനെ അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്സ് ആൻഡ് ഡൗൺസ് മാനേജ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? കോൺട്രാ സൈക്ലിക്കൽ മോണിറ്ററി പോളിസി ഓർ കോൺട്രാ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി A to Z എന്താണ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. വളരെ മനസ്സിലാക്കി പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക? നല്ല മാർക്ക് നിങ്ങൾ വാങ്ങുക. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് the areas like inflation, then Okun's law, sacrifice ratio, etc. Okay, have a nice day. Thank you so much. All the very best.